ഹായ് ഓൾ. എറണാകുളം ബ്രോഡ്വേയിൽ പോയപ്പോൾ നമ്മുടെ ജയലക്ഷ്മിയിലൊന്ന് കയറി. ജയലക്ഷ്മിയിൽ നമ്മുടെ തീം മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നു. 90s കിഡ്സിനൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു തീം മ്യൂസിക്കാണ്. അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഇത് ലിഫ്റ്റ് തന്നെയല്ലേ അല്ലെങ്കിൽ റൂമാണോ എന്നൊരു ഡൗട്ട് തോന്നിയായിരുന്നു. പണ്ടത്തെ സ്റ്റൈലൊരു ലിഫ്റ്റായിരുന്നു. ഈ ഷോപ്പിൽ പോയിട്ട് റാക്കിലിരിക്കുന്ന സകലതും വലിച്ചു വാരിയിട്ട് ഒന്നും എടുക്കാതെ സെയിൽസ് സ്റ്റാഫിന് പണി ഉണ്ടാക്കി കൊടുക്കുന്ന ചില ആളുകൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ സെയിൽസ് സ്റ്റാഫ് നമുക്ക് വേണ്ടത് പലതും എടുത്തു തരാമെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പറയും, വേണ്ട ചേച്ചി ഞാൻ പറയുന്നത് മാത്രം എടുത്താൽ മതി എന്ന് പറയും. കാരണം എനിക്ക് ഒരു പ്ലാനിങ് ഉണ്ട്, ഞാൻ ഒരു മനസ്സിൽ വിചാരിച്ച ഒരു സംഭവമുണ്ട്, അത് മാത്രം എനിക്ക് മതി. അതല്ലാതെ ആവശ്യമില്ലാത്തത് മുഴുവൻ വലിച്ചു വാരിയിടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കളറാണ് റസ്റ്റ് ഓറഞ്ച്. ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ബ്ലൗസ് പീസിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയില്ലെങ്കിലും അതിലും നല്ലത് പെട്ടെന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്തു. എൻ്റെ കൂടെ വരുന്ന ആളുകൾക്കറിയാം എൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പെട്ടെന്ന് കഴിയും. ഞാനൊരു ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ വേസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഞാൻ തന്നെ പ്ലാനിങ് ഇല്ലാതെയാണ് ഞാൻ പോയതെങ്കിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് എന്താണ് വേണ്ടതെന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഡ്രസ് സെലക്ഷൻ്റെ കാര്യം മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എന്ത് കാര്യമാണ് വേണ്ടത് എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആവാതെ നമുക്ക് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെയും ടൈം ഒരുപാട് വേസ്റ്റായി പോകും. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളൊരു ശല്യമായിട്ട് മാറും. പിന്നെ അവിടെ ബില്ലിങ്ങിനും ഡെലിവറിക്കും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ അകത്ത് ഞാൻ അവിടെ കിടന്ന് ടോപ്സ് എല്ലാം എടുത്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്സ് ആയിരുന്നു, പക്ഷെ ഞാനൊന്നും എടുത്തില്ല. ട്രയൽ ചെയ്യാനൊന്നും ഒട്ടും സമയമില്ലായിരുന്നു. കുറച്ചുകൂടി ഷോപ്പുകളിൽ കയറാനുണ്ടായിരുന്നു ബ്രോഡ്വേയിൽ. അതുകൊണ്ട് ഞാനൊന്നും ട്രയലൊന്നും ചെയ്ത് നോക്കിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. എക്കണോമിക്കലായിട്ടുള്ള കുറേ അധികം ടോപ്സ് അവിടെ കണ്ടു. ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് വളരെ എക്കണോമിക്കലായിട്ടുള്ള നമുക്ക് ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ജയലക്ഷ്മിയുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജയലക്ഷ്മിയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലേക്കാണ് പോയത്.